ദിവസം ഒരു വീഡിയോ വൈറലായിരുന്നു. കണ്ടാൽ വളരെയധികം സ്നേഹം തുളുമ്പുന്ന ഒരു വീഡിയോ. അതായിരുന്നു എല്ലാവർക്കും അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഒരു 50 വയസ്സുകാരൻ 27 വയസ്സുകാരിയെ വിവാഹം കഴിക്കുന്നു. അതാണ് ആ വീഡിയോയുടെ ഉള്ളടക്കം. വീഡിയോ വൈറലായി പ്രേക്ഷകരെല്ലാവരും അന്വേഷിക്കാൻ പോയപ്പോൾ ചെന്നെത്തിയത് രാജേഷിലും നേഹയിലുമാണ്. ഇരുവരും ഈ പ്രായത്തിലാണ് ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചത്. നേഹയ്ക്ക് തീരെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ലായിരുന്ന സമയത്താണ് നേഹ രാജേഷിനെ കാണുന്നതും. അങ്ങനെ ഇരുവരും വിവാഹം കഴിക്കാം എന്ന് തീരുമാനിക്കുകയായിരുന്നു. വീട്ടുകാർ ആദ്യമൊക്കെ എതിർത്തുവെങ്കിലും പിന്നീട് എല്ലാവരും സമ്മതിക്കുകയായിരുന്നു. അങ്ങനെ സന്തോഷത്തോടെ ഇരുവരും എല്ലാ ചടങ്ങുകളും തീർത്ത് ഓഗസ്റ്റിൽ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ്. ഉടനെ തന്നെ വിവാഹമുണ്ടാകും എന്നാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകർക്കും അത് വളരെയധികം നന്നായി തന്നെ അറിയുകയും ചെയ്യുന്നു എന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ തന്നെ മനസ്സിലാകുന്നു. പ്രാരാബ്ദം കാരണം പലപ്പോഴും വിവാഹം കഴിക്കാൻ മറന്നുപോകുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അതിലൊരാൾ തന്നെയായിരുന്നു രാജേഷും. വിവാഹം കഴിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ അന്നൊക്കെ ജീവിക്കാനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. അതിനിടയിൽ വിവാഹം കഴിക്കാൻ ശരിക്കും മറന്നുപോയി. എന്നാൽ വിവാഹം കഴിക്കാനുള്ളൊരു മനസ്സായപ്പോഴേക്കും പ്രായം കടന്നുപോയി. പിന്നീട് ഒരുപാട് അന്വേഷിച്ചു. എന്നാൽ പിന്നീട് അന്വേഷിക്കേണ്ട എന്ന് തീരുമാനിച്ചു. ജീവിതത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചാൽ എന്താണ് കുഴപ്പമെന്നും ചിന്തിച്ചു. അവിടെയാണ് നേഹയെ കണ്ടുമുട്ടുന്നത്. അതോടെ ആ ചിന്തകളെല്ലാം മാറി. അങ്ങനെ നേഹ തൻ്റെ 27ാമത്തെ വയസ്സിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തു. 50 വയസ്സുള്ള ആളെ ഒരു 27 വയസ്സുകാരി വിവാഹം കഴിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പുകിലുകൾ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് നേഹ ഈ ഒരു വിവാഹബന്ധത്തിലേക്ക് എത്തിയത്. കഴിഞ്ഞ ദിവസം ചെറുക്കൻ്റെ വീട്ടിൽ, അതായത് രാജേഷിൻ്റെ വീട്ടിലെത്തിയ നേഹ അവിടെയുള്ളവരെ പരിചയപ്പെടുകയും തിരികെ ഇറങ്ങാൻ നേരം എല്ലാവരും കൂടി വിവാഹം ഓഗസ്റ്റിൽ നടത്താമെന്ന് വരെ പറഞ്ഞുറപ്പിക്കുകയുമായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും രാജേഷിനെയും നേഹയും തപ്പിയിറങ്ങുകയാണ്. അതിലൂടെ തന്നെ ഇവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയും കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. വളരെയേറെ നാളുകൾക്ക് ശേഷമാണ് ഇരുവരും സ്വന്തം ജീവിതത്തിലേക്ക് തിരികെ എത്തുന്നത്. കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ ചുമലേറ്റിയപ്പോൾ ജീവിക്കാൻ മറന്നുപോയ ഒരാൾ, ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരാൾ, പക്ഷെ എല്ലാം പ്ലാൻ ചെയ്തതുപോലെ നടന്നുമില്ല. ബിസിനസ്സിൽ വലിയ നഷ്ടങ്ങൾ വന്നു, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നു. എല്ലാം തീർത്ത് സെറ്റിലായപ്പോഴേക്കും വയസ്സ് 50ആയി. പലരും ആ പ്രായത്തിൽ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷകൾ തന്നെ ഉപേക്ഷിക്കും. പക്ഷേ അദ്ദേഹം കൈവിട്ടില്ല. ഒടുവിൽ ഒരു പെൺകുട്ടിയെ കണ്ടു, ഇഷ്ടം തുറന്നു പറഞ്ഞു. അവളോട് ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു, സത്യസന്ധമായി തന്നെ പറഞ്ഞു. അവൾക്കത് മനസ്സിലായി. അങ്ങനെ അവർ ജീവിതത്തിൽ ഒന്നിക്കുന്നു. വളരെ വിശ്വസിക്കാൻ പ്രയാസമാണെങ്കിലും ഇന്ന് അത്യപൂർവമായി മാറുന്നൊരു കഥയായി തന്നെ ഇത് മാറുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ഇതെല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട്. ആരാധകർ വളരെയധികം സ്നേഹത്തോടെ ഈ ഒരു വാർത്തയെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നു എന്ന് നമുക്ക് വ്യക്തമായി പറയാം. പ്രേക്ഷകരുടെ പ്രീതി വളരെയധികം സ്നേഹത്തോടെ മനസ്സിലാക്കുന്ന ഒരു വാർത്തയായും ഇത് മാറുന്നുണ്ട്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തും.